ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് നമുക്ക് പോകാം. രാവിലെ മോർണിംഗ് ആക്ടിവിറ്റി ഒക്കെ കഴിഞ്ഞ്, മോർണിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ നിങ്ങളൊരു സൂപ്പർ സ്റ്റാർ എന്തായിരുന്നു കൊടുത്തതെന്ന് ആദ്യം പറയാം. നിങ്ങളൊരു സൂപ്പർ സ്റ്റാർ ആവുകയാണെങ്കിൽ നിങ്ങൾക്കൊരു സൂപ്പർ പവർ കിട്ടുവാണ്, സൂപ്പർ ഹീറോ പരിവേഷം. അപ്പോൾ നിങ്ങൾ കപ്പ് നേടാൻ വേണ്ടി, ബിഗ് ബോസ് സീസൺ 7 കപ്പ് നേടാൻ വേണ്ടി എന്തായിരിക്കും ചെയ്യുക എന്നുള്ളതായിരുന്നു. ചിലവർക്കൊക്കെ മനസ്സിലായില്ല ടാസ്ക്, ചിലവരൊക്കെ മനസ്സിലായിട്ട് അവർ പറയുന്നതൊന്നും ചിലവർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെയൊക്കെയായിരുന്നു. എന്തായാലും എല്ലാവരും ടാസ്ക് കുഴപ്പമില്ലാതെ ചെയ്തു. ഫണ്ണി ആയിട്ട് ചെയ്യേണ്ട ഒരു ടാസ്ക്കാണ്. നമ്മുടെ അനീഷ് ഏട്ടൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ശരീരത്തോട് ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു മൈക്ക്, കാരണം ഊരി മാറ്റാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മൈക്ക് ഞാൻ ഘടിപ്പിക്കും, ഒരു സൂപ്പർ പവർ കിട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവരും പറയുന്നത് പുറത്ത് കേൾക്കാമല്ലോ, അപ്പോൾ പ്രേക്ഷകർക്ക് അവരെയൊക്കെ കുറിച്ച് മനസ്സിലാവും എന്നുള്ളതാണ് പുള്ളി അർത്ഥമാക്കിയത്. കാരണം ഈ മൈക്ക് മാറ്റി വെച്ചിട്ട് പല ആൾക്കാരും പലതും സംസാരിക്കുന്നുണ്ട്, മൈക്ക് പൊത്തിപ്പിടിക്കുന്നു. അപ്പോൾ എല്ലായിടത്തും ഡ്രസ്സിങ് ഏരിയയിലും എല്ലാ സ്ഥലത്തും മൈക്ക് ഉപയോഗിക്കണം, ശരീരത്തോട് ചേർത്ത് തന്നെ. ഒരു കാരണവശാലും മൈക്ക് ഊരാൻ പറ്റാത്ത സാഹചര്യത്തിലുള്ള ഒരു മൈക്ക് ഞാൻ ഘടിപ്പിക്കും. അപ്പോൾ അവർ സംസാരിക്കുന്നതെല്ലാം പുറത്ത് കേൾക്കും. അങ്ങനെ ആ ഒരു പവർ ഞാൻ ഉപയോഗിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കിരീടം കിട്ടും, അല്ലെങ്കിൽ എനിക്ക് കപ്പ് കിട്ടാൻ സാധ്യതയുണ്ട്, അങ്ങനെ ഞാൻ കപ്പ് വാങ്ങിക്കും എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ബിഗ് ബോസ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ആദ്യം പറയാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും പറഞ്ഞു അനീഷ് ടാസ്ക് മനസ്സിലാവാതെയാണ് പറയുന്നത്, ടാസ്ക് മനസ്സിലാവാതെയാണെന്ന്. പക്ഷേ അനീഷ് പറഞ്ഞു ഞാൻ ഇത് തന്നെയാണ് പറയാൻ പോകണമെന്ന് പറഞ്ഞു. പക്ഷേ പറഞ്ഞു കഴിഞ്ഞിട്ടും എല്ലാവരും പറയുന്നത് അനീഷിന് ടാസ്ക് മനസ്സിലായില്ലെന്ന്. ഇതിനകത്ത് എന്താണ് പുള്ളി പറഞ്ഞു, പുള്ളിക്ക് ഒരു സൂപ്പർ പവർ കിട്ടണമെങ്കിൽ ആ പവർ എന്ന് പറയുന്നത് മൈക്ക് ശരീരത്തിലേക്ക് മാറ്റാൻ പറ്റില്ല, ശരീരത്തോട് ഒട്ടിയിരിക്കുന്ന മൈക്ക്. പുള്ളി മൈക്കെന്ന് ഉദ്ദേശിച്ച ചിപ്പെന്ന് ഉദ്ദേശിച്ചാൽ മതി. ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവർ പറയുന്ന സംസാരങ്ങളും സംഭാഷണങ്ങളും എല്ലാം പുറത്ത് കേൾക്കും, അല്ലെങ്കിൽ എല്ലാവർക്കും കേൾക്കാം, പുള്ളിക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിലാക്കും എന്നുള്ളതായിരിക്കും പുള്ളി അർത്ഥമാക്കി. അല്ലെങ്കിൽ ജനങ്ങൾക്ക് കേൾക്കാൻ പറ്റും. നമുക്ക് സാധ്യത വിലയിരുത്താം. ജനങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അതിനകത്തുള്ള ആൾക്കാരുടെ സ്വഭാവവും ബിഹേവിയറും മാനേഴ്സും അവരുടെ സംസാര ശൈലിയൊക്കെ മനസ്സിലാവുമല്ലോ. അപ്പോൾ അതനുസരിച്ച് ഏറ്റവും നല്ല വ്യക്തി എന്ന നിലയിൽ അനീഷിന് ജനങ്ങൾ വോട്ട് ചെയ്യും. ജനങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ അദ്ദേഹം കപ്പ് കിട്ടും അദ്ദേഹത്തിന് എന്നുള്ളതായി ആണ് അദ്ദേഹം അർത്ഥമാക്കിയത്. അങ്ങനെ മോർണിംഗ് ടാസ്ക് ഒരു ചെറിയ വഴക്കിലൊക്കെയാണ് കലാശിച്ചത്. പിന്നെ രാവിലെ തന്നെ വഴക്കും മക്കാണും ഒക്കെ ആയിരുന്നു കിച്ചണിൽ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട്. അനുമോള് ഫുഡുകൾ വേസ്റ്റാക്കി കളയുന്നു എന്നുള്ളൊരു വലിയ ആരോപണം ലക്ഷ്മി ഉന്നയിച്ചു. പക്ഷേ ആ ഒരു പാഴാക്കി കളയുന്നു എന്ന് പറഞ്ഞ സാധനം തന്നെയാണ് ചപ്പാത്തിക്ക് പയറുകറിയായിട്ട് ഉപയോഗിച്ചത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതുപോലെ തന്നെ അനീഷിന് ഇന്നലെ തൈരാക്കി വെച്ചിരുന്ന ഒരു തൈരിൻ്റെ ഒരു ഇത്തിരി ഭാഗം കൊടുത്തതുമായിട്ട് ബന്ധപ്പെട്ട് അത് അനീഷിന് എന്തിനു കൊടുത്തു, എല്ലാവർക്കും കഴിക്കാനുള്ളതാണെന്നും പറഞ്ഞ് ലക്ഷ്മി അതിനും ഒരു ചെറിയ ഇഷ്യൂസ് ഉണ്ടാക്കി. അത്രയൊക്കെയുള്ളൂ. ബിഗ് ബോസ് പാലിന് പകരം തൈര് കൊടുത്തതുകൊണ്ട് ബിഗ് ബോസ് രാവിലെ തന്നെ ഇവർക്ക് ചായ ഇടാൻ വേണ്ടി പാലും കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇതായിരുന്നു. പിന്നെ രാവിലെ മൈക്ക് കാണാതെ പോയെന്നും പറഞ്ഞാൽ അനിമൾക്ക് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായി. അതുപോലെ തന്നെ അനിമോളുടെ തുണി, വെള്ളത്തിൽ വെച്ചിരുന്ന തുണി, ഉജാലയുടെ ഫാബ്രിക് കണ്ടീഷണർ മുക്കി വെച്ചിരുന്ന തുണി എടുത്ത് നമ്മുടെ ലക്ഷ്മി എടുത്ത് ബാത്റൂമിൻ്റെ താഴെ ഇട്ടു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വഴക്കുണ്ടായി. അങ്ങനെ രാവിലെ ഒരു കലുഷിതമായ അന്തരീക്ഷത്തിലായിരുന്നു വീക്കിലി ടാസ്കിൻ്റെ രണ്ടാമത്തെ ദിവസം ആരംഭിച്ചത്. വീക്കിലി ടാസ്കിൻ്റെ രണ്ടാമത്തെ ദിവസം ഇന്ന് പാവകളായിരുന്നു. ഈ പാവകളെ മാക്സിമം കളക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ കളർ അനുസരിച്ച് ഇപ്പോൾ തലയും വാലയും ഉടലും അങ്ങനെയൊക്കെയാണ് കിട്ടുന്നത്. മുഖം, തല, അതുപോലെ തന്നെ കാല്, കൈ, ഇതൊക്കെ വ്യത്യാസത്തിലാണ് കിട്ടുന്നത്. അപ്പം അതനുസരിച്ചുള്ള പാവ കൃത്യമായിട്ട് ഫിറ്റ് ചെയ്യണം. അപ്പോൾ ചിലവർക്ക് കൈ കിട്ടത്തില്ല, ചിലവർക്ക് കാല് കിട്ടൂല, ചിലവർക്ക് തല കിട്ടൂല, ചിലർക്ക് ഉടൽ കിട്ടൂല. അങ്ങനെയൊക്കെ എന്തായാലും ആദ്യം തന്നെ നിന്നത് അനീഷേട്ടനാണ്. അനീഷേട്ടൻ ആവശ്യത്തിന് അപ്പടി കളക്ട് ചെയ്തു, കിട്ടാവുന്ന എല്ലാം കളക്ട് ചെയ്തു. രണ്ടാമത് ഒരു ടാസ്ക് വന്നപ്പോഴും ഞാൻ 3 റൗണ്ടായിട്ടായിരുന്നു. രണ്ടാമത് റൗണ്ട് വന്നപ്പോഴും അനീഷേട്ടനാണ് ഫ്രണ്ടിൽ നിന്നത്, എല്ലാവർക്കും കിട്ടി. ആദ്യത്തെ റൗണ്ടിൽ അനുമോളുടെ പാവ കാലിൻ്റെ ഈ പാൻറ്റിൻ്റെ ഉള്ളിൽ കൂടി ഇട്ടത് കാലിൻ്റെ താഴേന്ന് നമ്മുടെ എന്താ പറയണേ നെവിൻ അതിങ്ങനെ എടുത്തതും പറഞ്ഞ് വലിയ പ്രശ്നമായി. അത് കൂടാതെ തന്നെ നമ്മുടെ അക്ബർ അനുമോളുടെ ദേഹത്തേക്ക് കടന്ന് അനുമോളെ ഭയങ്കരമായിട്ട് പ്രസ് ചെയ്ത് മീൻസ് ശരീരത്തിലേക്ക് ഒരാളെ ദേഹത്തേക്ക് ചാഞ്ഞ് കിടക്കുമ്പോൾ ഉണ്ടാവുന്ന അസ്വസ്ഥതകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അനുമോൾക്കുണ്ടായി എന്ന് അനുമോൾ പറഞ്ഞു. അതുപോലെ ചെറിയ പരിക്കുകളൊക്കെ പറ്റി, എല്ലാവർക്കും ചെറിയ പരിക്കുകളൊക്കെ പറ്റി. അനുമോളുടെ മൂക്കിൽ നിന്നാണെന്ന് തോന്നുന്നു ചെറിയതായിട്ട് ബ്ലഡ് വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ പരിക്കുകളോടെ ആ ടാസ്ക് ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ.
പക്ഷേ എനിക്ക് ഫണ്ണിയായിട്ടാണ് തോന്നിയത്, എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇത് രസമായിരുന്നു. നമ്മളെ സൂപ്പർവൈസർ എന്നുള്ള രീതിയിൽ നമ്മുടെ ഷാനൂക്ക മാറി നിൽപ്പുണ്ടായിരുന്നു. എന്തിന് ഷാനൂക്ക്, എനിക്ക് തോന്നുന്നു ഷാനൂക്ക് ഗെയിം കളിക്കാമെന്നല്ലേ, പാവകളിൽ പങ്കെടുക്കുന്നില്ല എന്നും പറഞ്ഞിട്ട് മാറി നിൽക്കുന്നതാണോ, അതോ ഇനി ഇതിനെന്തോ ഇടിക്കാൻ എനിക്കങ്ങ് വയ്യ, ഇവർ കിടന്ന് ഇടിക്കട്ടെ എന്ന് വിചാരിച്ച് മാറി നിന്നതാണോ എന്നറിയില്ല. എന്തായാലും ഷാനൂക്ക് ഇതിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല, പുള്ളി അവിടെ മാറിയിരുന്നു. എന്നിട്ട് ബിഗ് ബോസ് എത്ര കിട്ടിയെന്ന് വെച്ചപ്പോൾ 0 പറയുന്ന കേട്ടോ, വളരെ അഭിമാനത്തോടു കൂടി പറയുന്ന കേട്ടോ. അങ്ങനെ ആ ഒരു ഫസ്റ്റ് റൗണ്ട് നമ്മുടെ അനീഷേട്ടനാണ് സ്കോർ ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പക്ഷേ എണ്ണയില്ല, എല്ലാം വയറ്റിലോട്ട് വെച്ചിട്ട് എല്ലാം ഇടിച്ച് കയറ്റി വയറ്റിലോട്ട് വെക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ, അങ്കിൾ ബൺ പോലെ ഇരിക്കുമായിരുന്നു അനീഷേട്ടൻ മാത്രമല്ല മിക്കവാറും നമ്മുടെ ആദില, അതുപോലെ തന്നെ ആരൊക്കെയും വയറ്റിനുള്ളിൽ കയറ്റിയിട്ട് ഡുമ്മെന്നിങ്ങനെ വയറും വെച്ചിട്ട് നടക്കുന്നുണ്ടായിരുന്നു. അക്ബറും വയറ്റിനുള്ളിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നീട് രണ്ടാമത്തെ സെക്കൻഡ് റൗണ്ട് വന്നു. സെക്കൻഡ് ഡേ അല്ലേ, അപ്പോൾ അതിൻ്റെ സെക്കൻഡ് റൗണ്ട് വന്നു. സെക്കൻഡ് റൗണ്ടിലും അനീഷേട്ടനായിരുന്നു ഫ്രണ്ടിൽ നിന്ന്. അപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ ആദ്യം തന്നെ സ്ഥലം പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടി അഡ്വാൻറ്റേജ് ഉണ്ട്. ആദ്യം നിൽക്കുന്നവർക്ക് കുറച്ച് പാവകളില്ല, ഇടുന്നതനുസരിച്ച് കുറച്ച് വേഗം വാരി എടുക്കാം. പക്ഷേ ഈ ഒരു കയ്യും തലയും അതുപോലെ തന്നെ കാലുമൊക്കെ കൃത്യമാവണം. പക്ഷേ അതൊന്നും നോക്കാൻ പറ്റില്ല, പിന്നീട് അത് ഫിറ്റ് ചെയ്യുമ്പോഴാണ് പലതും ഇല്ലാത്തതായിട്ട് ബോധ്യപ്പെടുക. അപ്പോൾ ആദ്യത്തെ റൗണ്ടിൽ ഈ അക്ബറും അനിമോളും ഇങ്ങനെയാണ് നിന്നത്, ഈ ഒരു പിക്ക് കണ്ടില്ലേ നിങ്ങൾ. അപ്പോൾ അതേ കണക്ക് നിന്നു. അപ്പോഴും തന്നെ ചെറിയ പ്രശ്നങ്ങളുണ്ടായി. പിന്നീട് ഈ ഒരു ടാസ്ക് തുടങ്ങിയപ്പോൾ തന്നെ അനിമോൾക്ക് ദേഷ്യം വന്നു. അനിമോൾ പറഞ്ഞു നിങ്ങൾ അങ്ങോട്ട് കുറച്ച് മാറി നിൽക്കുന്നു പറഞ്ഞു. അങ്ങനെയാണ് കുറച്ച് മാറി നിന്ന്, എന്നിട്ട് കൈ കുത്തി മുട്ടി ഇങ്ങനെ പൊക്കി വെച്ചു എന്ന് പറയുന്നു. വേറെ പ്രശ്നങ്ങളൊന്നും അപ്പോഴുണ്ടായതായിട്ട് നമുക്ക് കണ്ടില്ല. അപ്പോൾ അക്ബർ പറയുന്നിട്ട് നിനക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ മാറിപ്പോ, നീ എന്തിനാ പിന്നെ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. മുമ്പിലെ ലക്ഷ്മിയായിരുന്നു, ലക്ഷ്മിനെ ഇടിച്ച് കളയുന്ന രീതിയിൽ ആര്യൻ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം അതൊരു ലക്ഷ്മി പറയുന്നു ആര്യൻ പക്ഷേ ഈ ഒരു പാവ എടുക്കാൻ നേരത്ത് ഒരു പ്രശ്നമില്ലാണ്ടാണ് അവൻ കൈയെത്തിയെടുത്തത്, എനിക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കിയില്ല എന്ന് ലക്ഷ്മി പറയുന്നു. പക്ഷേ അക്ബർ അനിമോൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി എന്നാണ് അനിമോൾ ആരോപിക്കുന്നത്. അനിമോൾ ഇയാൾ എന്താണ് കാണിക്കുന്നത്, ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. ഇയാൾ അവിടെ നിന്ന് തന്നെ ഭയങ്കരമായിട്ട് കരച്ചു, ഇയാൾ എന്നെ ഭയങ്കരമായിട്ട് ഇടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം ഈ അനിമോൾ ഈ അക്ബർ ഇങ്ങനെ കൈ എത്തിയെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അനിമോളുടെ ദേഹത്തേക്ക് വീഴും. പക്ഷേ അത് അനിമോൾക്ക് ഡിസ്കംഫോർട്ടായിരുന്നു. ഗെയിം ആകുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ ആണല്ലോ, പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ വിഷമിച്ചിട്ട് കാര്യമില്ല. ഗെയിം ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഹത്ത് തൊടുകയും ഇടിക്കുകയും ഒക്കെ ചെയ്യും. അപ്പം പക്ഷേ അതൊരു ഡിസ്കംഫർട്ടായിട്ട് തോന്നിയെന്നാണ് അനിമോൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അനിമോൾക്ക് മാറി നിൽക്കാമായിരുന്നു. പക്ഷേ അനിമോൾ ഗെയിമിൻ്റെ സ്പിരിറ്റിൽ എടുത്ത് പക്ഷെ അവിടെ ഇട്ട് ഈ താഴെ ഒരു സ്ഥലം ഉണ്ടല്ലോ, ഈ കാണുന്ന മെഷീൻ്റെ അടിയിലോട്ട് അനിമോൾ താഴോട്ട് ഇട്ടിട്ട് അവിടെ മൂക്കിൻ്റെ ആ ഭാഗം കൊണ്ട് അമർത്തിയപ്പോഴത്തേക്ക് അനിമോൾ വിടടാ എന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെ കൂടെ മൂക്കിൽ കൂടെ ചെറുതായിട്ടൊന്ന് ബ്ലഡും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കയ്യും ഇതൊക്കെ എല്ലാവർക്കും ഇഞ്ചുറീസ് പറ്റി. അപ്പോൾ അങ്ങനെയായിരുന്നു ആ ഫസ്റ്റ് റൗണ്ട് ടാസ്ക്. പിന്നെ സെക്കൻഡ് റൗണ്ട് വന്നപ്പോൾ തന്നെ അക്ബറൊക്കെ മാറി നിന്നു. അക്ബർ ഇപ്പുറത്തെ സൈഡിൽ നിന്നിട്ട് അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായില്ല. അപ്പോൾ നമ്മുടെ എന്താ പറയുക നെവിൻ ഉണ്ടല്ലോ, നെവിനെ സംബന്ധിച്ചോളം നെവിന് ചെയ്യാൻ കഴിയില്ല. നെവിൻ എപ്പോഴും എല്ലാവരുടെയും ഇന്ന് അടിച്ചു മാറ്റലാണ് നെവിൻ്റെ ഒരു ഇത്. അത് ആദ്യത്തെ റൗണ്ടിൽ തന്നെ നമ്മുടെ അനിമോളുടെ പാവകളെല്ലാം നെവിൻ അടിച്ചു മാറ്റിയിട്ടാണ് എടുത്തത്. സെക്കൻഡ് റൗണ്ട് ആയപ്പോഴും നെവിൻ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു, അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് അടിയിൽ നിന്ന് എടുക്കുന്നു. വല്ലവരും ആരെങ്കിലുമൊക്കെ എടുക്കുന്ന പാവയുണ്ടല്ലോ അതിങ്ങനെ കൈ താഴോട്ടാക്കി കഴിഞ്ഞാൽ അവരെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുന്നു. അങ്ങനെയൊക്കെയൊരു സംഭവമാണ്. അപ്പം ഈ അടിയിൽ കൂടെ ഈ ഇഴഞ്ഞിങ്ങനെ പോകുന്ന നിങ്ങൾ തന്നെ കാണുന്നുണ്ടാവും പിക്സ്. നിങ്ങൾക്ക് വീഡിയോ നമുക്ക് എടുത്തിടാൻ പറ്റില്ലല്ലോ, കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരുന്നതുകൊണ്ട് നമുക്കത് ഇടാൻ കഴിയില്ലാത്തതുകൊണ്ടാണ് നമ്മൾ അതിടാത്തത്. അപ്പോൾ അങ്ങനെ ആ ഒരു സെക്കൻഡ് റൗണ്ടും കഴിഞ്ഞു. സെക്കൻഡ് റൗണ്ടിലും ഏറ്റവും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നന്നായിട്ട് കിട്ടിയത് നമ്മുടെ അനീഷേട്ടന് തന്നെയാണ്. അതുപോലെ തന്നെ അക്ബർ സെക്കൻഡ് റൗണ്ടിൽ ഫസ്റ്റ് റൗണ്ടിൽ അക്ബർ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. തേർഡ് റൗണ്ടിലായപ്പോൾ അപ്പോൾ അത് കഴിഞ്ഞ് സെക്കൻഡ് റൗണ്ടിൻ്റെ സംഭവം വന്നപ്പോഴത്തേക്ക് അക്ബറിൻ്റെ പാവകളെ ആരോ മോഷ്ടിച്ചു. ആരാണ് മോഷ്ടിച്ചതെന്ന് ഇപ്പോൾ എനിക്ക് ലൈവിൽ കണ്ടപ്പോൾ അവർ ആദിലയാണ് അത് മോഷ്ടിച്ചിരിക്കുന്നതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആദില അവിടെ പറയുന്നുണ്ട്, പക്ഷേ അവർ നൂറ മോഷ്ടിച്ചെന്നാണ് പറയുന്നത്, പക്ഷേ ആദിലയാണ് അത് മോഷ്ടിച്ചിരിക്കുന്നത്. അക്ബറിൻ്റെ പാവകളെ ആദില മോഷ്ടിച്ചെടുത്തതാണ്.
അങ്ങനെ പക്ഷേ അക്ബറിന് അതുകൊണ്ട് പാവമില്ലാത്തതുകൊണ്ട് അക്ബർ അവിടെ നിന്ന് കരയുന്നത് ഏഷ്യാനെറ്റിൻ്റെ പ്രൊമോയിൽ തന്നെ അക്ബർ കരയുന്നതാണല്ലോ കാണിച്ചത്. അപ്പോൾ അക്ബർ കരഞ്ഞത് ഇതാണ് കാര്യം, അക്ബറിൻ്റെ പാവകളെ മോഷ്ടിച്ചെടുത്തു. അപ്പോൾ സത്യം പറഞ്ഞ ഇത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ പറയുന്നവർക്ക് ഈ റിവ്യൂ പറയുന്നത് എനിക്ക് ചിരി വരുന്നുണ്ട്, എന്നാലും ഞാൻ ചിരിക്കാതെ പറയുകയാണ്. ഇതൊക്കെയാണ് ഗെയിം എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ഇതൊക്കെ പറയാൻ പറ്റും, അല്ലാണ്ട് നമുക്ക് വലിയ വലിയ പിന്നെ ഇല്ല എന്താ പറയുക ലോകോത്തര പ്രശ്നങ്ങളൊന്നും ബിഗ് ബോസ് ഹൗസിനുള്ള റിയാലിറ്റി ഷോയിൽ ചെയ്യാൻ പറ്റില്ല. അവർക്കൊരു പാവ മോഷ്ടിക്കുന്നതും അല്ലെങ്കിൽ തക്കാളി മോഷ്ടിക്കുന്നതും പഞ്ചാര മോഷ്ടിക്കുന്നതും ഒക്കെ തന്നെ അവരുടെ ഏറ്റവും വലിയ ഗെയിമുകൾ. അപ്പോൾ ഇത്രയൊക്കെ പറ്റുമല്ല, നമ്മൾ ആഗോളമായിട്ടുള്ള നിലവാരമുള്ള രീതിയിലൊന്നും നമുക്ക് റിവ്യൂ പറയാനും പറ്റില്ല. നടക്കുന്ന സംഭവങ്ങളല്ലേ പറയാൻ പറ്റും. എന്തായാലും അക്ബർ കരയുന്നുണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ചിരി വന്നു കേട്ടോ. അക്ബർ ഊഞ്ഞാൽ തൊട്ടില്ല എന്തോന്ന് പറയുന്നത്, ഊഞ്ഞാൽ ചെയറിൽ. അപ്പോൾ ഊഞ്ഞാൽ ചെയറിലിരുന്ന് ഭയങ്കരമായിട്ട് വിഷമിച്ച് കരഞ്ഞ് മൂക്കും വായുമൊക്കെ തുടയ്ക്കുന്നുണ്ടായിരുന്നു. മൂക്കും കണ്ണൊക്കെ തുടയ്ക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എന്താ പറയുക, എന്തായാലും അക്ബറിൻ്റെ പാവകളെല്ലാം പോയി. ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ ഫസ്റ്റ് ഡേ ഉണ്ടല്ലോ, ഫസ്റ്റ് ഡേയിൽ അവർക്കുണ്ടായിരുന്ന 3 റൗണ്ടാണല്ലോ. ഈ 3 റൗണ്ടിലും കൂടി ടോട്ടൽ കൂട്ടുമ്പോൾ 1ാം സ്ഥാനത്ത് നിന്ന് ആര്യനാണ്, 2ാം സ്ഥാനത്ത് അനീഷും, 3ാം സ്ഥാനത്ത് അക്ബറും ആണെങ്കിലും 1 പോയിൻറ്റിൻ്റെ വ്യത്യാസമുള്ളായിരുന്നു അനീഷുമായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നും കൂടി ആകുമ്പോൾ അക്ബറിന് കയറാവുന്ന അക്ബറിന് ഒരു തോന്നലുണ്ടായിരുന്നു. അപ്പോൾ അക്ബറിൻ്റെ പാവം മോഷ്ടിക്കപ്പെട്ടതുകൊണ്ട് അക്ബറിന് ആ ഒരു നിരാശയായിപ്പോയി. അതുകൊണ്ടായിരിക്കാം അക്ബർ കരഞ്ഞത്. എന്തായാലും 3ാമത്തെ റൗണ്ട് ആയപ്പോഴത്തേക്ക് ഇപ്പോൾ 2ാമത്തെ റൗണ്ട് വരെ അനീഷയുടെ മുന്നിൽ നിന്നപ്പോഴത്തേക്ക് അനീഷേട്ടൻ നിൽക്കുന്നത് ഭയങ്കര പ്രശ്നം. അവിടെ ഭയങ്കര വഴക്കും പ്രശ്നങ്ങളും, അനീഷേട്ടൻ എല്ലാം എടുക്കുന്നു പറഞ്ഞ് എല്ലാവരും നിലവിളിക്കുക. അങ്ങനെ അനീഷേട്ടൻ ഇനി മാറി അനുമോൾ ഫസ്റ്റ് നിന്നു ആ സൈഡിൽ. അത് കഴിഞ്ഞിട്ട് ആദിലയും നൂറയും നിന്നു. അതിൻ്റെ ബാക്കിലാണ് അനീഷേട്ടൻ നിന്നത്. അതുകൊണ്ട് തന്നെ അനീഷേട്ടന് കിട്ടിയില്ല. അപ്പോൾ ആദിലയും അനുമോൾ നന്നായിട്ട് ആ ഒരു ടാസ്ക് വളരെ നന്നായിട്ട് മാക്സിമം പാവനെ എടുത്തു. അപ്പോൾ എന്തായാലും അതിൽ ആ ഒരു സംഭവത്തിൽ ഏറ്റവും കൂടുതൽ 3ാമത്തെ റൗണ്ട് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ പാവകളെ എടുത്തത് ആര്യനാണ്. ആര്യനത് എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ അക്ബർ 3ാം റൗണ്ടിൽ അക്ബറിനുണ്ടായിരുന്ന പാവ ഒരു 4 പാവ മറ്റുണ്ടായിരുന്നു, 4 6 പാവ എന്തുണ്ടായിരുന്നു, അത് ആര്യന് കൊടുത്തു. ആര്യന് കൊടുത്തപ്പോൾ ആര്യന് അങ്ങനെ 28 പാവയായി. അനുമോൾക്ക് 24 പാവ, 25 ഉണ്ടായിരുന്നു. 1 പാവ അനുമോൾ അനീഷേട്ടന് കൊടുത്തു. അങ്ങനെ അത് അനീഷേട്ടന് 24ആയി, അനുമോൾക്ക് 24ആയി. അങ്ങനെ 24 ഒരു പാവയ്ക്ക് പോയിൻ്റ് എന്ന് പറയുന്നത് 5 പോയിൻ്റാണ്. അപ്പോൾ 24 × 5 120 പോയിൻ്റ് വീതം 2 പേർക്കും കിട്ടി. അനീഷേട്ടനും കിട്ടി, അനുമോൾക്കും കിട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആര്യന് കിട്ടിയത് 148 പോയിൻ്റാണ്. കാരണം ആര്യന് 28 പാവ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ടോട്ടൽ ഇപ്പോൾ എല്ലാവർക്കും കിട്ടുന്ന ഒരു ടോട്ടൽ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദിലേക്ക് 117 പോയിൻ്റാണ്. ഈ 2ാമത്തെ ദിവസത്തെ വീക്കിലി ടാസ്ക് കഴിഞ്ഞപ്പോൾ ആദിലേക്ക് കിട്ടിയിരിക്കുന്നത് 117 പോയിൻ്റാണ്. അനീഷേട്ടന് കിട്ടിയത് 175 പോയിൻ്റാണ്. ആര്യന് 213 പോയിൻ്റ്, അതുപോലെ നൂറക്ക് 49 പോയിൻ്റ്, ലക്ഷ്മിക്ക് 93 പോയിൻ്റ്, ഷാനവാസിന് 48. ഷാനവാസ് കണ്ടില്ലേ നിൽക്കണേ, ഷാനുകയ്ക്ക് ഇതൊന്നിലും താല്പര്യമൊന്നുമില്ല. പുള്ളി സൂപ്പർവൈസിങ് ആയിരുന്നു. പുള്ളി മാറി നിൽക്കുക, കൈ ഏണിനൊക്കെ കുത്തിയിട്ട് ഇങ്ങനെ സൂപ്പർവൈസ് ചെയ്യുമായിരുന്നു. എന്നിട്ട് പറയുവാണ്, നിങ്ങളൊക്കെ എന്തൊക്കെ ചെയ്തു, ആരെയൊക്കെ പിടിച്ചു, ആരെയൊക്കെ നുള്ളി, ആരെയൊക്കെ പിച്ച്, ഇതൊക്കെ ഞാൻ നോക്കുമായിരുന്നു. എനിക്കറിയാം, ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല, എല്ലാം എനിക്കറിയാം, നിങ്ങൾ ആരെയൊക്കെ ഉപദ്രവിച്ചു എന്ന് എനിക്ക് കൃത്യമായിട്ടറിയാം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതുകൊണ്ട് തന്നെ ഷാനവാസികയ്ക്ക് 48, പിന്നെ അനുമോൾക്ക് 147, നെവിന് 119, അക്ബറിന് 59, സാബുമാന് 40. ഇത്രയും ഒരു പാവകളുണ്ട്. സാബുമാന് ഈ ഒരു പാവയിൽ ഒന്നും കിട്ടിയില്ല, 3rd റൗണ്ടിൽ ഒന്നും കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ അക്ബറിന് കിട്ടിയിട്ടില്ല. അക്ബറിന് അവസാനം കിട്ടിയതങ്ങ് ആര്യന് കൊടുത്തു. പിന്നെ കിട്ടാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മിക്ക് കിട്ടിയിട്ടില്ല, ലക്ഷ്മിക്ക് 0. അപ്പോൾ അങ്ങനെയാണ് പോയിൻ്റ് നില. ലക്ഷ്മിക്ക് 60 കിട്ടിയെന്ന് തോന്നുന്നു, ലക്ഷ്മിക്ക് 60 പോയിൻ്റ് കിട്ടി. അപ്പോൾ ഏറ്റവും ഫസ്റ്റിൽ വന്നേക്കുന്നത് ആര്യൻ തന്നെയാണ്, 213 പോയിൻ്റോട് കൂടി വീക്കിലി ടാസ്കിന്. ഇത് ടിക്കറ്റ് ടു ഫിനാലേക്കുള്ള ചുവടുവയ്പ്പാണ്, ടിക്കറ്റ് ടു ഫിനാലയിലേക്കുള്ള ചുവടുവയ്പ്പാണ് എന്ന് ബിഗ് ബോസ് പ്രത്യേകം പറഞ്ഞതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറയുന്ന പോയിന്റ്. ആര്യൻ 200 പോയിൻ്റോട് കൂടി 1ാം സ്ഥാനത്തും, സെക്കൻഡ് 175 പോയിൻ്റോട് കൂടി അനീഷേട്ടൻ 2ാം സ്ഥാനത്തും, 147 പോയിൻ്റോട് കൂടി അനുമോൾ 3ാം സ്ഥാനത്ത് വന്നു. സത്യം പറഞ്ഞാൽ ഭയങ്കര അതിശയമാണ് എല്ലാവർക്കും. അനുമോൾക്ക് 24 പാവകൾ എങ്ങനെ കിട്ടിയെന്നാണ് ചോദിക്കുന്നത് എല്ലാവരും. കാരണം അനുമോളെ സംബന്ധിച്ചോളം അനുമോൾക്ക് 24 3 27 ആകപ്പാടെ 27 പോയിന്റിൽ അനുമോൾ ഡൂക്ലിയായിട്ട് ഏറ്റവും അവസാനം കിടന്ന ഒരാളാണ്. ഇപ്പോൾ അനുമോൾ 3ാം
സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ്. 147 പോയിൻ്റ് ഉണ്ട്. അതുകൊണ്ട് അവർക്കൊന്നും അംഗീകരിക്കാൻ സഹിക്കാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ചും അറിയാമല്ലോ നെവിനും ആരിനും ഒക്കെ ഒട്ടും പറ്റുന്നില്ല, അങ്ങ് സഹിക്കാനേ പറ്റുന്നില്ല. മറ്റുള്ളവരൊന്നും പിന്നെ കുറച്ച് പുറമേ കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പ്രശ്നമില്ലാതെ എനിക്ക് തോന്നിയത് അനീഷേട്ടന് മാത്രമാണ്. അനുമോൾക്ക് കിട്ടിക്കോട്ടെ, അല്ലെ അനുമോളും അങ്ങോട്ടും ഇങ്ങോട്ടും അവരൊരു പരസ്പര ധാരണയോടുകൂടി പിന്നെ ഈ ഒരു കളിയിൽ പ്രശ്നങ്ങളില്ലാതെയും വഴക്കിടാതെയൊക്കെ പോയത് അവർ മാത്രമാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അക്ബറിൻ്റെ കൈ കടിച്ചു എന്നും പറഞ്ഞൊരു പ്രശ്നം ഉണ്ടായി അനീഷേട്ടൻ. അപ്പോൾ എൻ്റെ കൈ കടിച്ചു, എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൈ കൊണ്ട് അനീഷ് ആ ഒരു പാവനെ എടുത്ത സമയത്ത് എത്തിയെടുക്കാൻ, കാരണം ഒരുപാട് ബാക്കിൽ നിന്നല്ലേ, അപ്പം 4 പേരുടെ ബാക്കിൽ അതിൻ്റെ എത്തിയെടുക്കാൻ വന്നപ്പോഴത്തേക്ക് പുള്ളി അപ്പം മുഖം താത്താണ് വെച്ചിരുന്നത്. ഇങ്ങനെ മുഖം താത്ത് ആ ഒരു ബെൽറ്റിൻ്റെ താഴോട്ട് വെച്ചിരുന്ന സമയത്ത് ഉടനെ തന്നെ ആ ഒരു ബെൽറ്റിൻ്റെ താഴെ ആയിരുന്ന സമയത്ത് അക്ബർ ആ കയ്യിൽ പിടിച്ചു വലിച്ചു, ആ എടുത്ത പാവനെ പിടിച്ചു വലിച്ചു. അപ്പം തന്നെ അവിടെ വെച്ചൊരു കടി കൊടുത്തു. കടി എന്ന് പറഞ്ഞാൽ വേദനിക്കാതെ കൈ മാറ്റാൻ വേണ്ടിയുള്ള പറഞ്ഞ പാട് പോലും വന്ന് കാണത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതായിരുന്നു സംഭവം. അങ്ങനെ അതുമൊക്കെ ഒരു ഇഷ്യൂ ആയി. എന്തായാലും വലിയ പ്രശ്നങ്ങളില്ലാതെ ഒരു ഫണ്ണായിട്ട് ഈ ടാസ്ക് ഇതുവരെ കടന്നുപോയി. ഇനി നാളെ എന്താണെന്ന് അറിയില്ല. അത്ര വലിയ പ്രശ്നമില്ലാതെയാണ് ഇന്നത്തെ ടാസ്ക് കടന്നു പോയത്. പിന്നീട് അവിടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾ ഇങ്ങനെ കിട്ടി, അങ്ങനെയൊക്കെയുള്ള സംസാരങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ലൈവിൽ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ടിടാം ഗായ്സ്. അപ്പോൾ ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ലൈവ്. ടാസ്ക് തന്നെയായിരുന്നു മെയിൻ. വേറെ രാവിലത്തെ പ്രശ്നങ്ങളും വേറെ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും